തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 ദിവസം പിന്നിട്ടിട്ടും പോളിംഗിലെ അന്തിമ കണക്ക് പുറത്തുവിടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 ദിവസത്തിനകം അന്തിമ കണക്ക് പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. അതേസമയം നടപടിക്രമങ്ങൾ തുടരുകയാണെന്നും കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് 3 ദിവസം കഴിഞ്ഞിട്ടും അന്തിമ പോളിംഗ് ശതമാനം പുറത്തുവിടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 ദിവസത്തിനകം അന്തിമ കണക്ക് പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഏപ്രിൽ 9 നടന്ന തെരഞ്ഞെടുപ്പിൽ എത്ര പേർ വോട്ട് ചെയ്തുവെന്ന കണക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് നൽകുമെന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരുന്നത്. EVM-ൽ രേഖപ്പെടുത്തിയ വോട്ടിൻ്റെ കണക്ക് മാത്രമാണ് പുറത്തു വന്നത്. 78.27%. ഇതിനു പുറമെ ഹോം വോട്ടിങ്ങിൽ 2,26,860 പേർ വോട്ട് ചെയ്തിരുന്നു. കൂടാതെ പോസ്റ്റൽ വോട്ടുകളും സർവീസ് വോട്ടുകളും കണക്കാക്കേണ്ടതുണ്ട്. 34,128 ഉദ്യോഗസ്ഥരാണ് തപാൽ വോട്ടിന് അപേക്ഷ നൽകിയത്. ഏപ്രിൽ 6 വരെയുള്ള കണക്കനുസരിച്ച് 28,990 പേർ തപാൽ വോട്ട് രേഖപ്പെടുത്തി. ശേഷിച്ച കണക്ക് ലഭ്യമായിട്ടില്ല. പോളിംഗ് ഉദ്യോഗസ്ഥരായ 1.46 ലക്ഷം ജീവനക്കാർ അപേക്ഷ നൽകിയതിൽ എത്ര പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നും വ്യക്തമല്ല. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും റിട്ടേണിംഗ് ഓഫീസർമാരും വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുമെന്നും ഇത് കമ്മീഷൻ പ്രഖ്യാപിക്കുമെന്നുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരുന്നത്. അന്തിമ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇൻഡെക്സ് കാർഡ് വഴി പങ്കുവയ്ക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആപ്പിൽ 3 ദിവസം കഴിഞ്ഞിട്ടും കണക്ക് പഴയത് മാത്രമാണുള്ളത്. കമ്മീഷൻ്റെ അനുമതി ലഭിച്ചില്ലെന്നാണ് സംസ്ഥാന ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. കണക്കുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറിക്കഴിഞ്ഞു. ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതും അന്തിമ പോളിംഗ് ശതമാനവും വോട്ട് ചെയ്തവരുടെ കണക്കും രേഖപ്പെടുത്തേണ്ടതും കമ്മീഷനാണ്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ രേഖപ്പെടുത്തിയ വോട്ടിൻ്റെ കണക്ക് വന്ന് 2 ദിവസത്തിന് ശേഷം അന്തിമ കണക്ക് പ്രസിദ്ധീകരിക്കുന്നതായിരുന്നു ഇതുവരെയുള്ള പതിവ്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.